ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ അച്ചു എന്ന് വിളിക്കുന്ന അഡോൺ ഷിബു. 3-ാം ക്ലാസ്സുകാരനായ അഡോണിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ അവധിക്കാലം വെറുതെ ഫോണിൽ കളിച്ചു തീർക്കാതെ വളരെ വ്യത്യസ്തമായ കാര്യമാണ് അവൻ ചെയ്യുന്നത്. നമ്മൾ അച്ചുവിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അച്ചുവിൻ്റെ വീട്. എന്താണ് അവൻ അവിടെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അവിടെ മുറ്റത്തിരുന്ന് എന്തോ കാര്യമായ പണിയിലാണല്ലോ ആള്. വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അച്ചു, ഇന്ന് നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയ? ഇന്ന് എന്നാ ഉണ്ടാക്കണേ? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നാ ഒരു മിഠായി ഇരിക്കട്ടെ. കണ്ടോ, മിഠായി കിട്ടിയപ്പോഴുള്ള അവൻ്റെ സന്തോഷം കണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്നത് വെറും മണ്ണല്ല, അവൻ്റെ വലിയൊരു സ്വപ്നമാണ്. ഈ കവറിലിരിക്കണ എന്നാ? ഈ കവറിലിരിക്കണേ അടുത്ത വീട്ടിലെ കിണറ് താത്തിപ്പോ ഞാനും ചേട്ടനും കൂടി എടുത്തോണ്ട് വന്ന ക്ലേ ആണിത്. അപ്പുറത്തെ വീട്ടിലെ കിണറ് താത്തിപ്പളാ? കൊള്ളാലോ. അതൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു വെച്ചു നോക്കട്ടെ. കിണറ് താത്തിപ്പോൾ കിണറിൻ്റെ ഏറ്റവും അടിയിലത്തെ മണ്ണാന്നാ പറയണേ. നമുക്കൊന്ന് നോക്കാവേ. അവൻ ക്ലേ ആയിട്ട് ഉപയോഗിക്കണ ഇതാ. കൊള്ളാം, നല്ല പശപ്പുള്ള മണ്ണാണ്. പശയുണ്ടേ, നല്ല സൂപ്പർ. ഇതും കൊണ്ടല്ലേ നിൻ്റെ പരിപാടിയൊക്കെ? ഇപ്പം അച്ചു സിങ്ക്, നമ്മുടെ കിച്ചണിലുള്ള സിങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അടുത്തത് അച്ചു ഒരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലത്തെ ഫുഡാണ്. ഇന്ന് അച്ചുവിൻ്റെ വീട്ടിൽ രാവിലെ ഇതായിരുന്നോ? ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് അച്ചു ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കിയേക്കണേ. കണ്ടോ, ഇഡ്ഡലി കാണണം ഗൈസ്. ഇഡ്ഡലി ഇത് കണ്ടോ. പിന്നെ അടുത്തത് അരകല്ലും എടുത്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അച്ചുവിൻ്റെ ഈ കഴിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കണം. അച്ചു ഉണ്ടാക്കിയ അരകല്ലാണ്. അടുത്തത് ഹാൻഡ് വാഷാണ് ഗൈസ്. ഹാൻഡ് വാഷ്, അച്ചു ഉണ്ടാക്കിയ ഹാൻഡ് വാഷാണ്. ഓക്കെ, അടുത്തത് തന്നെ അച്ചു. അടുത്തതായിട്ട് ഒരു കിച്ചൺ സെറ്റാണ് ഫുള്ള്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ അച്ചു എന്ന് വിളിക്കുന്ന അഡോൺ ഷിബു. 3-ാം ക്ലാസ്സുകാരനായ അഡോണിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ അവധിക്കാലം വെറുതെ ഫോണിൽ കളിച്ചു തീർക്കാതെ വളരെ വ്യത്യസ്തമായ കാര്യമാണ് അവൻ ചെയ്യുന്നത്. നമ്മൾ അച്ചുവിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അച്ചുവിൻ്റെ വീട്. എന്താണ് അവൻ അവിടെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അവിടെ മുറ്റത്തിരുന്ന് എന്തോ കാര്യമായ പണിയിലാണല്ലോ ആള്. വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അച്ചു, ഇന്ന് നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയ? ഇന്ന് എന്നാ ഉണ്ടാക്കണേ? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നാ ഒരു മിഠായി ഇരിക്കട്ടെ. കണ്ടോ, മിഠായി കിട്ടിയപ്പോഴുള്ള അവൻ്റെ സന്തോഷം കണ്ടോ?